Solution Cooperatives. ഹായ് ഓൾ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൊല്യൂഷൻ കോപ്പറേറ്റീവ്സിലെ അധ്യാപകനായിട്ടുള്ള വിഷ്ണു പുഷ്പരാജ് സാറാണ്. കോപ്പറേറ്റീവ് മേഖലയിലെ എക്സാമിനെ കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഇന്ന് സർ നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. അപ്പൊ സർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇന്ന് സഹകരണ മേഖലയിൽ എന്തൊക്കെ അവസരങ്ങളാണുള്ളത്? ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സാംസുകളുണ്ട്. ഒന്ന്, കേരള PSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കേട്ടില്ല, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്ക്, അപ്പെക്സ് സംഘം, മിൽമയൊക്കെ പോലുള്ള അപ്പെക്സ് സംഘങ്ങളിലേക്കുള്ള പരീക്ഷ. അപ്പൊ അങ്ങനെ ഈ കേസ് നമ്മുടെ PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസും ഉണ്ട്. അതോടൊപ്പം തന്നെ CSEB കണ്ടക്ട് ചെയ്യുന്ന എക്സാമും. ഇപ്പൊ PSCയുടെ എക്സാംസ് ഇനി ഉടനെ നമുക്ക് വരാനില്ല, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, അതുപോലെ കേരള ബാങ്കിന്റെ എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ അത് 1-2 വർഷം കഴിയണം. 2-3 വർഷം കഴിഞ്ഞാലേ ഇനി അത് വിളിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള ആ ബിഗ് ഫിഷ് എന്ന് പറയുന്നത് CSEB എക്സാം ആണ്. CSEB എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡുണ്ട്. അപ്പൊ ഒരു ബോർഡാണ് ഇന്ന് കേരളത്തിലെ സംഘങ്ങളിലേക്ക് ജൂനിയർ ക്ലർക്ക് തസ്തിക മുതൽ മുകളിലേക്കുള്ള പരീക്ഷ നടത്തുന്നത്. ഇപ്പൊ CSEB എക്സാമിൽ തന്നെ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ അവിടെ 2 എക്സാംസുകൾ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന CSEB ക്ലറിക്കൽ എക്സാം, ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കെയറിലേക്കുള്ള, അതായത് നമുക്കറിയാം അസിസ്റ്റന്റ് സെക്രട്ടറി, ബാങ്കിൽ കാണാറില്ലേ, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിലേക്കുള്ള ആ ഒരു എക്സാമും. ഇപ്പൊ 2 എക്സാംസിനാണ് പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പൊ നമ്മുടെ ബോർഡ് വിളിക്കുന്നത്. കാരണം ഇതിൽ ഫ്രഷർക്ക് എഴുതാം, ഒരു ഫ്രഷർ ആയിട്ടുള്ള കുട്ടിക്ക് എഴുതാൻ പറ്റിയ 2 എക്സാംസിനാണ് ഇവ 2. അതുപോലെ ഈ CSEB എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതകളെ പറ്റി ഒന്ന് വിശദീകരിച്ച് പറയാമോ? CSEBയിലേക്കല്ലേ? ഞാൻ പറഞ്ഞ CSEBയിൽ 2 പരീക്ഷകളാണുള്ളത്. ഒന്ന് ക്ലറിക്കൽ തസ്തികയുണ്ട്, മറ്റൊന്ന് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ആ ലെവൽ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ. അപ്പൊ അതിന് സാലറി കൂടുതലാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ പോസ്റ്റിന് നല്ല സാലറിയാണ്, ഭയങ്കര സാലറി പാക്കേജ് ആണ് വരിക. ഇപ്പം നമ്മൾ ആദ്യം ജൂനിയർ ക്ലർക്കിന്റെ, ഇപ്പൊ എല്ലാ കുട്ടികളും ആദ്യമായിട്ട് എഴുതുന്ന ജൂനിയർ ക്ലർക്കിൽ തസ്തികയാണല്ലോ, അതിന്റെ യോഗ്യത പറ. ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ അടിസ്ഥാന യോഗ്യതയാണ്. അതായത് ഒരു 10ാം ക്ലാസ്സുകാരൻ അല്ലെ, വെറും SSLC-കാരന് അവന് JDC യോഗ്യത ഉണ്ടെങ്കിൽ, നമുക്ക് SSLC ആണ് JDCക്ക് വേണ്ട യോഗ്യത, SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതാം. അതിനെ അടിസ്ഥാന യോഗ്യതയായിട്ട് കണക്കാക്കും. പിന്നെ പറയാണ് എനി ഡിഗ്രി. ഓക്കെ, ഇപ്പൊ എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC. ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാള്, ആ ആൾക്ക് നേരിട്ട് എഴുതാൻ പറ്റത്തില്ല. കാരണം ആ ആൾക്ക് ഒന്നെങ്കിൽ JDCയോ അല്ലെങ്കിൽ HDCയോ കംപ്ലീറ്റ് ചെയ്താലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് യോഗ്യതകളെ വളരെ ചുരുക്കുകയാണെങ്കിൽ SSLC പ്ലസ് JDC-കാരൻ എഴുതാം, +2 പ്ലസ് JDC-കാരൻ എഴുതാം, എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC ഉള്ളവൻ എഴുതാം. ഇനി BCom കോർപ്പറേഷൻകാരനാണെങ്കിൽ അവൻ ഇതൊന്നും വേണം, നേരിട്ട് തന്നെ. BCom കോർപ്പറേഷൻ ആണെങ്കിൽ അവന് നേരിട്ട് തന്നെ പരീക്ഷ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോ നമ്മുടെ കേരള കാർഷിക യൂണിവേഴ്സിറ്റിയിലെ അവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർക്ക് BSc ഓർ MSc അതിനോട് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് വരുന്നുണ്ട്. ആ യോഗ്യത BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് വരുന്നവർക്കും എന്ത് ചെയ്യാം, ഈ പരീക്ഷ എഴുതാം. അപ്പൊ കേരള കാർഷിക യൂണിവേഴ്സിറ്റി ഓർത്ത് വെച്ചേക്കുക, ആ യൂണിവേഴ്സിറ്റിയുടെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ജൂനിയർ ക്ലർക്കിന്റെ യോഗ്യത. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, SSLC പ്ലസ് JDC, +2 പ്ലസ് JDC, എനി ഡിഗ്രി പ്ലസ് JDC ഓർ HDC, BCom കോർപ്പറേഷൻ, ഇതിൽ ഏതെങ്കിലും യോഗ്യത. പിന്നെ കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പറഞ്ഞത് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആ തസ്തികയിലേക്കാണ്. ഇപ്പൊ സാലറി കൂടുതലാണ് അവിടെ. ഓക്കെ, നമുക്ക് സാലറി പറ്റി പിന്നെ പറയാം. സാലറി കൂടുതലാണെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അവിടെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഗ്രി വേണം. അതായത് SSLC പ്ലസ് JDC അല്ലെങ്കിൽ +2 പ്ലസ് JDC ഉള്ളവന് പറ്റത്തില്ല. മസ്റ്റ് ആയിട്ടും നമുക്ക് ഡിഗ്രി വേണം. അതായത് HDCക്ക് ഡിഗ്രി നിർബന്ധമാണ്. അതായത് JDCക്ക് 10 + 2 മതി, പക്ഷെ 10ാം ക്ലാസ് മതി ബേസിക്. HDC വേണം ഡിഗ്രിയാ. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, എനി ഡിഗ്രി പ്ലസ് JDC ഓർ HDC, ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം JDCയോ അല്ലെങ്കിൽ HDCയോ മതി. ഓക്കെ, HDCക്ക് നിർബന്ധം പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഡിഗ്രിക്കാരന് മാത്രമേ HDC കിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, എനി ഡിഗ്രി പ്ലസ് JDC ഓർ HDC. BCom കോർപ്പറേഷൻ ആണ്, ഇതൊന്നും വേണ്ട, സ്ട്രൈറ്റ് അങ്ങ് പോയി എഴുതാം. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങുകാർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. വളരെ സിമ്പിൾ. ആയിട്ട് BCom കോർപ്പറേഷൻകാരുണ്ടോ, നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. ഏതെങ്കിലും ഡിഗ്രി അതിനോടൊപ്പം JDC അല്ലെങ്കിൽ HDC ഉണ്ടോ, നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ ഏതാണ് ഞാൻ പറഞ്ഞ BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ടെസ്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പുറത്താണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിൽ 10 JDC ഉണ്ട്, അപ്ലൈ ചെയ്യാം. കാരണം ഇത് വലിയ പോസ്റ്റാണ്. ഇതിനെ നമ്മൾ സൂപ്പർവൈസറി കേഡർ എന്ന് പറയും. ഏത്, ഈ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ, സെക്രട്ടറി, ഇതൊക്കെ ഈ സൂപ്പർവൈസർ
അതായത് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുക. അത് ആ ഒരു കേഡറിലേക്കാണ് ഇത് വരിക. ഇനി ക്ലർക്ക് എന്നൊക്കെ പറയാം മിനിസ്റ്റീരിയൽ കേഡറാണ്. ക്ലർക്ക്, സീനിയർ ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, അക്കൗണ്ടന്റ്, ചീഫ് അക്കൗണ്ടന്റ്, സൂപ്പർവൈസറി ആണെങ്കിൽ വെറും അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരും മിനിസ്റ്റീരിയൽ കേഡർ. സർ, പല കുട്ടികൾക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ CSEB എക്സാമുകൾ ബാങ്കുകളിലേക്ക് നടത്തുന്ന സമയത്ത് ഓരോ ഗ്രേഡ് തിരിച്ചാണല്ലോ നടത്തുന്നത്. അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ആക്കി പറയാമോ? അത് ഈ ക്ലർക്കൽ എക്സാംസുകൾക്കാണ്. ക്ലർക്കൽ എക്സാംസിന് ഗ്രേഡ് തിരിച്ചാണ് ഈ പരീക്ഷ നടത്തുന്നത്. അത് പണ്ട് കാലത്ത് ജൂനിയർ ക്ലർക്കിന്റെ എല്ലാ ഗ്രേഡ് ബാങ്കുകളിലും ഒറ്റ പരീക്ഷയായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന പരീക്ഷ നമുക്ക് ബാങ്കുകൾക്ക് സ്റ്റാഫിനെ കിട്ടാതെയായി. അതാണ് പ്രശ്നം. അപ്പൊ അവിടെ വീണ്ടും അവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഗ്രേഡ് തിരിച്ച് പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ഇപ്പൊ ഗ്രേഡ് തിരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഗവൺമെന്റ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളെ ഡിഫറെന്റ് ക്ലാസ് ആയിട്ട് തരംതിരിക്കാറുണ്ട്. അത് ഏറ്റവും ടോപ്പിൽ വരുന്ന ബാങ്കുകളെ നമ്മൾ സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ 18,300 സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ക്ലാസ് 1 സ്പെഷ്യലാണ്. 17,350, 17,250 എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതൊരു ക്ലാസ് 1 ബാങ്കാണ്. ക്ലാസ് 1 സ്പെഷ്യൽ ബാങ്കാണ്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് എന്ന് പറയും. ഇനി 16,890 വരുന്ന മൂന്നാമത്തെ ലെവലിൽ വരുന്ന ബാങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, വെറും ക്ലാസ് 1. അപ്പൊ ഏറ്റവും ടോപ്പില് സൂപ്പർ ഗ്രേഡ്, തൊട്ട് താഴെ ക്ലാസ് 1 സ്പെഷ്യല്, അതിന് താഴെ വെറും ക്ലാസ് 1, അതിന് താഴെ ക്ലാസ് 2, അതിന് താഴെ ക്ലാസ് 3, 4, 5, 6, 7. അപ്പൊ ഇങ്ങനെ ഏകദേശം 9 ആയിട്ടാണ് സംഘങ്ങൾ വരുന്നത്. അപ്പൊ സൂപ്പർ 1, രണ്ടാമത് ക്ലാസ് 1 സ്പെഷ്യല്, മൂന്നാമത് ക്ലാസ് 1, പിന്നെ ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. അപ്പൊ ഇവരിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബോർഡ് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് മാത്രമായിട്ടൊരു പരീക്ഷ, അത് 18,300 സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് മാത്രമായിട്ട് ഒരു പരീക്ഷ. ഓക്കെ. ഇനി രണ്ടാമത് വരുന്നത് ഏതായിരുന്നു? സ്പെഷ്യലാ. അപ്പൊ സ്പെഷ്യൽ ഗ്രേഡിലേക്കും മൂന്നാമത് വരുന്നത് ക്ലാസ് 1 ആണ്. അപ്പൊ ഈ 2ലേയും 3ലേക്കും വരുന്നതിനാണ് മറ്റൊരു പരീക്ഷ. അതൊന്നിച്ച്. അപ്പൊ സൂപ്പർ ഗ്രേഡിന് ഒരു പരീക്ഷ, ക്ലാസ് 1 സ്പെഷ്യലിനും വെറും ക്ലാസ് 1നും കൂടെ മറ്റൊരു പരീക്ഷ. ഇനി ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകൾക്ക് മറ്റൊരു പരീക്ഷ. മൊത്തത്തിൽ 3 പരീക്ഷ. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതോട് കൂടി 4 പരീക്ഷ. അപ്പൊ 4 പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ യോഗ്യത ഉള്ളവർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എഴുതാൻ യോഗ്യത ഉള്ളവർക്ക് അതും എഴുതാം. ബാക്കി സാധാരണക്കാർക്ക് ഈ ക്ലർക്കിന്റെ 3 പരീക്ഷ എഴുതാം. അപ്പൊ നമ്മളെപ്പോഴും കുട്ടിയോട് പറയുന്നത് മാക്സിമം അപ്ലൈ ചെയ്യും. ഇപ്പൊ ശമ്പളത്തിന്റെ വേരിയേഷൻ ഉണ്ട്, അതാണ് ഈ വ്യത്യാസം. ഓരോ ഗ്രേഡ് തിരിച്ചും ശമ്പളത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ്. ഇപ്പൊ നിങ്ങളെല്ലാരും മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ ബാങ്കുകളിലും അപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെയാ സാർ ഓരോ ബാങ്കുകളിലും ഗ്രേഡ് അനുസരിച്ചിട്ടാണോ സാലറി കൊടുക്കുന്നത്? ഇപ്പൊ അതും വളരെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ. ഒരുപാട് പേര് നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചു, സാറേ സാലറി എങ്ങനെയാണ്? അപ്പൊ ഓരോ ബാങ്കിനും സാലറി എങ്ങനെയാണ് ഈ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു സൂപ്പർ ഗ്രേഡ് ബാങ്ക് ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് അല്ലെ. 18,300 അവിടുത്തെ ബേസിക് പേ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളം. അപ്പൊ ഈ 18,300 സാലറി ഉള്ള ബാങ്കിൽ ഒരാൾ ജോയിൻ ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 18,300 ബേസിക് പേ, ആ സംശയമൊന്നുമില്ലല്ലോ. അതിന്റെ 18,300ന്റെ 128% DA ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ 18,300 100% എന്ന് പറഞ്ഞാൽ 18,300 തന്നെ വരുമല്ലോ. അപ്പൊ ഈ 18,300ന്റെ 128% എന്ത് വരും? DA വരും. തീർന്നില്ല, 10% ബേസിക് പേയുടെ 10% HRAയും വരും. അതായത് ബേസിക് സാലറിയുടെ 138 ഓർത്താൽ മതി. അതായത് ബേസിക് സാലറിയും അതിന്റെ 138 കൂട്ടുന്നതായിരിക്കും അതിന്റെ ഗ്രോസ് സാലറി എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബേസിക് പേ പ്ലസ് 128% ഓഫ് ദ ബേസിക് പേ ആസ് DA പ്ലസ് 10% ഓഫ് ദ ബേസിക് പേ ആസ് ഏതാണ്? HRA. അപ്പൊ ഇത്രയാണ്. ഫോർ എക്സാമ്പിൾ 18,300 സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ബാങ്കിൽ ജോലിക്ക് കയറുന്ന ഒരാൾക്ക് ഒരു 43,500 രൂപ അവന്റെ ഗ്രോസ് പേ ആണ്. ഗ്രോസ് ആണ്. അതിൽ നിന്ന് കട്ടിങ് വരും. അതിൽ നിന്ന് എന്താണ് നമ്മുടെ PFും ചില ബാങ്കുകളിലൊക്കെ RD അങ്ങനെ കുറെ കട്ടിങ്സ് ഒക്കെ വരും. പക്ഷെ ഗ്രോസ് ഇത്രയുണ്ട്. ഇനി നമുക്ക് ഓണത്തിന് ബോണസ് ഉണ്ട്. പ്രോഫിറ്റിൽ പോകുന്ന ബാങ്ക് ആണെങ്കിൽ 16,800 രൂപ ബോണസ് ഉണ്ട്. ലോസിലൊക്കെ ആണെങ്കിൽ 7,000 രൂപയൊക്കെ എഴുതി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും പൊതുവെ ബാങ്കുകളൊക്കെ ലാഭത്തിലാണ്. ഓക്കെ, 16,800 രൂപ നമുക്ക് ഓണം ബോണസ് ലഭിക്കും. പിന്നെ ഒരു വർഷത്തിൽ നമുക്ക് മെഡിക്കൽ അലവൻസ് ആയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കൽ 4,000 മുതൽ 4,500 രൂപ മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടും. ഒരു കണ്ണാടി മേടിച്ചാൽ പോലും അലവൻസ് ഉണ്ട്. 5 വർഷത്തിൽ ഒരിക്കൽ കണ്ണാടിക്ക് സ്പെക്സിന് നമുക്ക് അലവൻസ് ലഭ്യമാകുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഒരു വർഷത്തില് ഒരു തവണ നമ്മുടെ സാലറി എന്ത് ചെയ്യാം, അതായത് ലീവ് സറണ്ടർ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ അതിലേക്ക് ചട്ടത്തിലേക്കൊന്നും പോകുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ എല്ലാവരും മാർച്ച് മാസത്തിൽ സാലറി ലീവ് സറണ്ടർ ചെയ്യുക. അതായത് നമ്മുടെ ബേസിക് പേ എത്രയാണോ, ബേസിക് പ്ലസ് DA പ്ലസ് HRA ഗ്രോസ് പേ എത്രയാണോ അത്രയും തന്നെ നമുക്ക് ലീവ് സറണ്ടറിലൂടെ കിട്ടും. ഞാൻ പറഞ്ഞു 43,500 ഒരാളിപ്പോ ബാങ്കിൽ ജോലിക്ക് കയറിയാൽ അവന്റെ തുടക്ക ശമ്പളമെങ്കിൽ
അവൻ എന്ത് കിട്ടും? മാർച്ച് മാസത്തിൽ അവന് സറണ്ടർ ചെയ്യുമ്പോൾ, അവന്റെ ലീവ് സറണ്ടർ ചെയ്യുമ്പോൾ ആ 43,500 കൂടെ കിട്ടും. അതായത് നമ്മുടെ ശമ്പളം ഗ്രോസ് പേ എത്രയാണോ അത്രയും തന്നെ നമുക്ക് എന്തായിട്ട് കിട്ടും? ഓർത്ത് വെച്ചേക്കാൻ ലീവ് സറണ്ടർ ആയിട്ടും കിട്ടും എന്ന് ഓർത്ത് വെച്ചു. പല കുട്ടികൾക്ക് ഡൗട്ടാണ്, ഇത്രയും ആനുകൂല്യങ്ങളുള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ജൂനിയർ ക്ലർക്കായിട്ട് കയറി 2 വർഷം കൊണ്ട് നമ്മൾ സീനിയർ ക്ലർക്ക് ആവും. പിന്നെ വേക്കൻസിക്ക് അനുസരിച്ച് നമ്മൾ അക്കൗണ്ടന്റ് പോസ്റ്റിൽ വരും, മാനേജർ പോസ്റ്റിൽ വരും, ചീഫ് അക്കൗണ്ട് പോസ്റ്റിലേക്ക് വരും. പിന്നെ ഭാവിയിൽ നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമ്മൾ എത്തും. അപ്പം ഒരു നല്ലൊരു കരിയർ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി അസിസ്റ്റന്റ് സെക്രട്ടറി നേരെ എഴുതുന്നവരാണെങ്കിൽ ഒന്നും പറയണ്ട, അവന്റെ തലവരെയെന്ന് നമുക്ക് അറിയാം, അത്രയും നല്ല ടോപ്പിലേക്കാണ് എത്തിപ്പോകുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രയും നല്ലൊരു പാക്കേജ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് സെക്രട്ടറിയാണ്. ഒന്ന് ആലോചിക്കുക, എന്തേരെ ആയിരിക്കും അവിടെ കിട്ടുന്ന പാക്കേജസ്, അതിനനുസൃതമായിട്ടുള്ള പ്രഷറും ഉണ്ടായിരിക്കും. അതായത് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച ജോലിയാണ്, പൊതുവെ എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും ഓർത്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു കരിയർ ഇവിടെ പടുത്തുയർത്താൻ പറ്റും. അപ്പോൾ സാലറി സ്ട്രക്ചറിനെ പറ്റി എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക, ബേസിക് പേ പ്ലസ് 128% ഓഫ് ദ ബേസിക് പേ ആസ് DA പ്ലസ് 10% ഓഫ് ദ ബേസിക് പേ ആസ് HRA. സർ, ഇതിന്റെ സിലബസിനെ പറ്റി ക്ലിയർ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അതുപോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ CSEB എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം ആക്ച്വലി ആദ്യത്തെ ക്വസ്റ്റിൻ അതുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം സിലബസ് എന്ന് അറിയണം. അപ്പൊ നമുക്ക് പണ്ടെന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കാലത്ത് പരീക്ഷയൊക്കെ റിസൾട്ട് പണ്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. അന്ന് 160 ക്വസ്റ്റ്യൻ, അര മാർക്ക് 80. പക്ഷെ അവിടെ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിലബസ് CSEB ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, നിലവിൽ നടന്ന പുതിയ സിലബസ് പ്രകാരം നടന്ന പരീക്ഷയിലെല്ലാം 100% സിലബസിനോട് കൂറ് പുലർത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അതിനോട് നീതി പുലർത്തിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സിലബസിന് നമുക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, നിങ്ങളൊന്ന് കേട്ടിരിക്കാം. നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് പറയാം. നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 70 മാർക്ക് കോർ സബ്ജക്റ്റുകൾക്ക്. ടോട്ടൽ 100 മാർക്കിനുള്ള പരീക്ഷ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് നമുക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ അത്യാവശ്യം അറിയാൻ തന്നെ കറക്കി കുത്ത, പേടിക്കണ്ട, അതാ അർത്ഥം. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. 70 മാർക്ക് ഏതിനാണ്? കോർ സബ്ജക്റ്റിന്. അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് പറഞ്ഞ കോപ്പറേഷന്, കോപ്പറേറ്റീവ് ലോയ്, ബാങ്കിങ്, അക്കൗണ്ടിങ്. ഇതിൽ ബാങ്കിങ്ങിനും അക്കൗണ്ടിങ്ങിനും 20 മാർക്ക് വീതവും, കോപ്പറേഷനും ലോയ്ക്കും 15 വീതവും. 2 2 4 4 3 70 മാർക്ക് അങ്ങനെ വരും. ബാക്കി 30 മാർക്കിലെ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് GK, 10 മാർക്ക് മാത്സ്. അപ്പൊ ഇതിങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരിക. അപ്പൊ ഞാൻ പറഞ്ഞത് സിലബസ് പറഞ്ഞു. സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. കറക്റ്റ് പഠിക്കേണ്ട ഈച്ച് ആൻഡ് എവറി പോയിന്റ് എങ്ങനെ പഠിക്കണമെന്ന് ആ സിലബസിലുണ്ട്. അപ്പൊ സിലബസ് പ്രകാരം പഠിച്ചെങ്കിലേ ജോലി കിട്ടുള്ളൂ. സിലബസ് പ്രകാരം എങ്ങനെ പഠിക്കണം? ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വെച്ച് ചിട്ടയോടെ പഠിക്കണം. ഇന്ന് പല കുട്ടികളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് തുടങ്ങുക, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് ആദ്യം പഠിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമുക്കൊരു 6 മാസം സമയം വേണം ഇത് പഠിച്ചെടുക്കാൻ. ഒരു തുടക്കക്കാരന് ഒരു 6 മാസമെങ്കിലും വേണം ഇത് പഠിച്ചെടുക്കാൻ. അല്ലാതെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് 1-2 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തീരത്തില്ല. ഞാൻ പറഞ്ഞത് 15 മാർക്കിന് ചോദിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ നിയമവും ചട്ടവും, കോപ്പറേറ്റീവ് ലോ, ആക്ട് ആൻഡ് റൂൾസ്. ഈ ആക്ട് ആൻഡ് റൂൾസ് തന്നെ 110 വകുപ്പുകളും 201 റൂളുകളുമാണ്. 110 സെക്ഷനും 201 ചട്ടങ്ങൾ. അത് ഒരുപാട് പഠിക്കാൻ. അപ്പൊ അത് പഠിച്ചു തീർക്കണം. ബാങ്കിങ് നന്നായിട്ട് പഠിക്കാനുണ്ട്, അക്കൗണ്ടിങ് നന്നായിട്ട് പഠിക്കാനുണ്ട്, കോർപ്പറേഷൻ ഇങ്ങനെ നല്ല കടലുപോലെ പഠിക്കാൻ കിടപ്പുണ്ട്. ഇപ്പൊ ഇത്രയും പഠിക്കണമെങ്കിൽ 1 മാസം കൊണ്ട് പറ്റില്ല, 2 മാസം കൊണ്ട് പറ്റും. ഞാൻ പറയല്ലോ, നിങ്ങൾ ഒരു 6 മാസം ഒരു ചിട്ടയോടെയുള്ള സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. അത് സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കണം. അപ്പൊ ഇവർക്ക് സംശയം, എന്താണ് സ്റ്റഡി പ്ലാൻ? നമ്മൾ ഈ ഹോൾ സിലബസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓരോ ദിവസം പഠിക്കുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ആ രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോയി പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മോഡൽ പരീക്ഷകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒരു 6 മാസത്തേക്കുള്ള ഒരു പ്രോസസ്സാണ് ഇത്, ഒരു പ്രക്രിയ, അല്ലെങ്കിൽ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ ഹാർഡ് വർക്ക് വേണം, സ്മാർട്ട് വർക്ക് വേണം. കാരണം ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യണം, കുറെ പഠിക്കാനുണ്ടല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്ന് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സുകളായിട്ട് എഴുതി വെക്കണം. പിന്നെ ഓരോന്നുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പരിശോധിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യണം, മോഡൽ എക്സാംസുകൾ എഴുതണം. അങ്ങനെ ഒരു വലിയ നീണ്ട പ്രക്രിയയിൽ കൂടെ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. 85 മാർക്ക് ഉണ്ടെങ്കിൽ
സെറ്റാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊന്നും പേടിക്കണ്ട. അപ്പൊ ആ 85 മാർക്കിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പൊ ഞാൻ ഇത്രയും ഹോൾ സിലബസ് പഠിച്ച് 85 മാർക്കിൽ എത്തിപ്പെടുന്ന രീതിയിൽ വേണം നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എല്ലാം കൂടെ ചേരാൻ. ഇപ്പൊ ചില കുട്ടികൾ കാണിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടമില്ല, ഇപ്പൊ സാറേ എനിക്ക് ഇംഗ്ലീഷും ജീവിക്കാൻ മാത്സ് ഇഷ്ടമില്ല, ഞാനത് പഠിക്കുന്നില്ല. അങ്ങനെ മെന്റാലിറ്റി കൊണ്ട് വന്നത് കാര്യമില്ല. ഇപ്പൊ നമ്മളെപ്പോഴും പറയും, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിനെ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉയർത്തിക്കൊണ്ടും വരണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരു ബാലൻസ്ഡ് സ്റ്റഡി പ്ലാൻ, ഓക്കെ, പഠനത്തിലൊരു ബാലൻസ് കൊണ്ടുവരണം, എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ പ്രാധാന്യം കൊടുക്കണം. അതാണ് വളരെ. ജിക്ക് എനിക്ക് ഇഷ്ടമില്ല, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പഠിക്കണം, എന്നാലും ഇത് ഈസി ആയിട്ട് അത് കറക്റ്റായിട്ട് പഠിക്കണം. അത് 6 മാസമെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് പഠിക്കാതെ കാര്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. എന്നാൽ ഇപ്പൊ ചില കുട്ടികൾ വന്നിട്ട് 1 മാസം കഴിയുമ്പോൾ സാറേ ഒന്നും ആവില്ല, 6 മാസം. അപ്പൊ സാർ സൊല്യൂഷൻ കോപ്പറേറ്റീവ്സിലെ അധ്യാപകനാണല്ലോ, അവിടുത്തെ പഠന രീതികളൊക്കെ എങ്ങനെയാ വരുന്നത്? പയ്യന്നൂർ സൊല്യൂഷൻസ് കോപ്പറേറ്റീവ്സിലെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മളൊരു സിലബസ് ഓറിയന്റഡ്, നമുക്ക് സിലബസ് ഉണ്ടല്ലോ, നമുക്ക് സിലബസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ക്ലാസ് വരുന്നിട്ടുള്ള 10 മന്താണ് ഡ്യൂറേഷൻ വരിക. അതില് 6 മാസം കൊണ്ട് തന്നെ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട്, അതായത് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു 6 മാസം പഠിക്കാനും പഠിപ്പിക്കാനും ഉണ്ട്. ഇപ്പൊ 6 മാസം കൊണ്ട് ഈ സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. അതാണ് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി. ആദ്യം കുട്ടികളെ ഇത് പഠിപ്പിച്ച് തീർത്തെങ്കിലേ ബാക്കി കാര്യങ്ങൾ പറ്റുള്ളൂ. പിന്നീട് 4 മാസം, അപ്പം നമ്മുടെ ഡ്യൂറേഷൻ മൊത്തം 10 മാസമാണ്. ഈ നെക്സ്റ്റ് വരുന്ന 4 മാസം എന്താണെന്ന് വെച്ചാൽ എക്സാം ഓറിയന്റഡ് ബാച്ച് ആയിരിക്കും. കാരണം പിന്നെ പരീക്ഷകളും എക്സാംസുകളും മാത്രം. നമുക്ക് ഡൗട്ട് ഉണ്ട്, മറ്റു ക്ലാസ്സുകളിൽ കയറി ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ 6 മാസം കൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും ഈ 7 സബ്ജക്റ്റ് ഉണ്ട്, 4 കോർ സബ്ജക്ട്, 3 ഇംഗ്ലീഷ് GK മാത്സ് വരുന്ന 3 ഇതിന്റെ കറക്റ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കും. ഈ ക്ലാസ്സസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ പരീക്ഷ നമ്മൾ അതിന്റെ കൂടെ നടത്തും, മോഡൽ എക്സാംസും നടത്തും. അല്ലാതെ പഠിപ്പിച്ച് മാത്രം കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞല്ല പരീക്ഷ. പഠിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ എന്ത് പഠിപ്പിച്ചോ അതുമായി ബന്ധപ്പെട്ട എക്സാംസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് പുറമേ നമ്മൾ വീക്കിലി 1-2 മോഡൽ എക്സാംസുകൾ, നിലവിലെ 100 മാർക്കിന്റെ ബേസിൽ വരുന്ന മോഡൽ എക്സാംസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ 6 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരാള് ഇത് ക്രാക്ക് ചെയ്യാറാവും. പക്ഷെ എന്നാലും നമ്മൾ അവരെ അവിടെ വിടില്ല. അടുത്ത 4 മാസം കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സാം ഓറിയന്റഡ്, അതായത് പക്ക കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ടുള്ള എക്സാം ഓറിയന്റഡ് ബാച്ചും പ്രൊവൈഡ് ചെയ്യും. അവിടെയും കഴിഞ്ഞില്ല, ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ കോച്ചിങ്ങും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്താണ് മോക്ക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് നമ്മൾ നടത്തും. എങ്ങനെയാണോ ബാങ്കിൽ ഇന്റർവ്യൂ നടത്തുക അതേ രീതിയിലുള്ള ഇന്റർവ്യൂസ് നമ്മൾ നടത്തും. അതായത് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചെയ്തു കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഒപ്പം പിള്ളേർ നിൽക്കണം. നമ്മൾ ഈ 10 മാസം പഠിപ്പിക്കുന്നു പറഞ്ഞു, മാക്സിമം ക്ലാസ്സുകൾ ആബ്സെന്റ് ആകാതെ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടന്റ് പഠിച്ച് പരീക്ഷകൾ പ്രോപ്പറായിട്ട് ചെയ്ത് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു 10 മാസം 6 മാസം കൊണ്ട് തന്നെ ആവും. അത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ബൈ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇപ്പൊ 6 മാസം കൊണ്ട് തന്നെ അവര് ക്രാക്ക് ചെയ്യാനാവും. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിടില്ല. അവിടെ കിട്ടില്ല 4 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 മാസം കൊണ്ട് ആകും. പിന്നെ ഒരു കിട്ടിയില്ല എന്നൊരു ഓപ്ഷൻ വരില്ല. 6 മാസം പ്ലസ് 4 മാസം കൊണ്ട് അവരാകും, ഷോർട്ട് ലിസ്റ്റിൽ വരും, നമ്മൾ ഇന്റർവ്യൂസിനുള്ള കോച്ചിങ്സിൽ കൊടുക്കും, അവരെ അപ്പോയിന്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സാറോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് താങ്ക്സ് സാർ. അതുപോലെ ഒരുപാട് പേരുടെയും ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള പോഡ്കാസ്റ്റുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.